നമസ്കാരം. സംസ്ഥാനത്തെ വർഗീയ സംഘർഷങ്ങളിൽ പുതുവർഷ തലേന്ന് മണിപ്പൂർ ജനതയോട് മാപ്പ് ചോദിച്ച മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ്. നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഈ വർഷം നടന്നത്. കഴിഞ്ഞ മെയ് 3 മുതൽ ഇന്ന് വരെ സംസ്ഥാനത്തുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ മാപ്പ് ചോദിക്കുന്നു. നിരവധി പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായി. നിരവധി പേർക്ക് വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. ഖേദം പ്രകടിപ്പിക്കുന്നു, ക്ഷമ ചോദിക്കുന്നുവെന്ന് ബീരൻ സിംഗ് പറഞ്ഞു. ഈ വർഷം മുഴുവൻ ദൗർഭാഗ്യകരമായിരുന്നു. എനിക്ക് ദുഃഖമുണ്ട്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. നിങ്ങൾ മുൻകാല തെറ്റുകൾ ക്ഷമിക്കുകയും മറക്കുകയും വേണം. സമാധാനവും സമൃദ്ധിയും നിറഞ്ഞ മണിപ്പൂരിലേക്ക് നമ്മൾ പുതിയ ജീവിതം ആരംഭിക്കണമെന്നും ബീരൻ സിംഗ് പറഞ്ഞു. മണിപ്പൂരിലെ 35 ഗോത്രങ്ങളും ഒരുമിച്ച് ജീവിക്കണം. സംസ്ഥാനത്തെ എല്ലാ സമുദായങ്ങളോടും ഇക്കാര്യം താൻ അഭ്യർത്ഥിക്കുന്നതായി ബീരൻ സിംഗ് പറഞ്ഞു. കഴിഞ്ഞ 3-4 മാസമായി സംസ്ഥാനം സമാധാനത്തിലൂടെ കടന്നു പോകുന്നത് പ്രതീക്ഷ നൽകുന്നു. 2025 സംസ്ഥാനത്ത് സാധാരണ നില പുനഃസ്ഥാപിക്കുമെന്ന് വിശ്വാസമുണ്ട്. സംസ്ഥാനത്തെ എല്ലാ സമുദായങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. സംഭവിച്ചതെല്ലാം സംഭവിച്ചു. സമാധാനവും സമൃദ്ധവുമായി മണിപ്പൂരിനായി ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. മണിപ്പൂരിലെ 35 ഗോത്രങ്ങളും ഒത്തൊരുമയോടെ കഴിയണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ മെയ് മുതൽ സംസ്ഥാനത്ത് നടക്കുന്ന കുക്കി മെയ്തേ സംഘർഷങ്ങളിൽ 180-ലധികം ജീവനുകളാണ് നഷ്ടമായത്. സംഘർഷം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു. മെയ് 3-ാം തീയതിയാണ് മണിപ്പൂരിന്റെ സമാധാനവും ശാന്തിയും തകർത്ത സംഘർഷങ്ങൾ ആരംഭിച്ചത്. മെയ്തേ വിഭാഗത്തിന് പട്ടികജാതി വർഗ പദവി നൽകുന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതിയുടെ ഉത്തരവാണ് സംഘർഷത്തിന് കാരണമായത്. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ സംഘർഷങ്ങൾക്കാണ് മണിപ്പൂർ സാക്ഷ്യം വഹിച്ചത്. നിരവധി ഗ്രാമങ്ങളും വീടുകളും ആരാധനാലയങ്ങളും സ്കൂളുകളും അഗ്നിക്കിരയായി. യുവതികൾ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു. നിരവധി കുട്ടികളെ രക്ഷിതാക്കൾ ക്യാമ്പുകളിൽ ഉപേക്ഷിച്ചു. സ്വന്തം വീടും ഉപജീവനമാർഗവും ഇല്ലാതായി 50,000-ലധികം ആളുകളാണ് 350 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയിരുന്നത്. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോഴും സംഘർഷം നിയന്ത്രിക്കാനോ അവസാനിപ്പിക്കാനോ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കായിട്ടില്ല. ഇതിനിടയിലാണ് സംസ്ഥാനത്തെ ജനതയോട് പരസ്യമായി മാപ്പ് ചോദിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. സംഘർഷത്തിനിടെ 2 യുവതികളെ നഗ്നരാക്കി നടത്തി കൂട്ടബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ പുറത്തു വന്നത് രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു.